ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ ആകെ സങ്കടത്തോടെയൊക്കെയാണ് നമ്മൾ നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് ഫുള്ള് നീയാണുള്ളത് നന്ദു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത്. അങ്ങനെ നന്ദുവിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴാണ് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വരുന്നത് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നന്ദു പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാണെങ്കിൽ നമ്മൾ അനിയടുത്താണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ജയനാണെങ്കിൽ അജയൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ നന്ദുവും അനിയായിട്ടുള്ള കല്യാണം നടക്കത്തില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായാൽ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് നമ്മൾ അനിക്ക് ഒരു കല്യാണമൊക്കെ ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അജയൻ പറയുന്നുണ്ട്, അനിക്കാണെങ്കിൽ ഇപ്പം ഒരുപാട് കല്യാണ ആലോചനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിൽ ഏതെങ്കിലും നല്ലത് ഒരെണ്ണം നോക്കിയൊക്കെ നമുക്ക് അങ്ങ് അനിയുടെ കല്യാണം നടത്താമെന്നൊക്കെ ഇങ്ങനെ അജയനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ ജലജയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കള്ളക്കടത്ത് സ്വർണ്ണം ഇത് കണക്ക് മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ ഒട്ടിച്ച് ഞാൻ വിറ്റതിനല്ലേ എന്നെ ഇവർ പോലീസിൽ ഒക്കെ പിടിപ്പിച്ച്. എന്തായാലും ഇനിയിപ്പം ആദർശ് എന്തായാലും ദുബായിലല്ലേ, എന്തായാലും ആദർശിനെ ഇനിയിപ്പോൾ ദുബായ് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവിടെ ഉള്ളവരൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നതൊക്കെ ഞാൻ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ജലജയ്ക്കാണെങ്കിൽ വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ജലജയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് നമ്മൾ നയനയാണെങ്കിൽ ആദർശിനെയൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടത്തോടെയൊക്കെ വന്ന് അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.